ഈ ക്ഷണിതാവ് എന്ന രൂപത്തിലേക്കുള്ള ഈ വീണയുടെ ചുവടുമാറ്റം അതെങ്ങനെയായിരിക്കും? കാരണം അവർ ഇതിന് മുൻപ് മന്ത്രിയായിരിക്കുമ്പോഴും ഇങ്ങനെ വന്നിട്ടില്ല. ഇനി ബിന്ദു ടീച്ചറെ അങ്ങനെയാണെങ്കിൽ നേരത്തെ ക്ഷണിതാവായി കൊണ്ടുവരേണ്ടിയിരുന്നതാണ്. ഇപ്പോൾ സ്ഥിരമാണ് അവർ. അപ്പോൾ ഇതിനൊക്കെ ഒരു മാനദണ്ഡം വേണ്ടേ? അല്ലേ, നമുക്ക് ഇത് സംസ്ഥാനം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ പുറത്തുനിന്ന് മനസ്സിലാക്കുന്ന കാര്യം മാനദണ്ഡമല്ല. അതിൻ്റെ അകത്ത് അങ്ങനെ വ്യക്തമായ മാനദണ്ഡത്തിനാണ് ഇപ്പോൾ 75 എക്സെപ്ഷൻസ് ആണല്ലോ കൂടുതലുള്ളത്. CPM അകത്ത് നമ്മൾ കാണുന്നത് റൂളിനേക്കാൾ കൂടുതൽ എക്സെപ്ഷൻസാണ്. എക്സെപ്ഷൻസിൻ്റെ അടിസ്ഥാനം എന്താണ്? പിണറായി വിജയൻ അവരുടെ ബഹുമാനപ്പെട്ട നേതാവ്, ആദ്യ നേതാവ്, അദ്ദേഹത്തിനാണ് ഇതിൻ്റെ പുറത്ത് അതീശത്തുള്ള നേതാവ്. ഗോവിന്ദ മാഷക്കല്ലെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് കൊടുക്കുന്ന എക്സെപ്ഷൻസ്, അദ്ദേഹത്തിന് ചില എക്സെപ്ഷൻസ് കൊടുക്കും, അദ്ദേഹത്തിന് ചില ആൾക്കാർ എക്സെപ്റ്റ് ചെയ്യുന്ന അധികാരമുണ്ട്. ആ അധികാരമാണ് പ്രവർത്തനത്തിലുള്ള. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ കിച്ചൺ ക്യാബിനറ്റിനെ കുറിച്ച് എനിക്കറിയില്ല, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ശരിയല്ല. പക്ഷേ അദ്ദേഹം ഞാനൊരു മാധ്യമ റിപ്പോർട്ടാണ്, അല്ലാതെ ഞാനൊരു ദുസ്വപ്നം കണ്ടതല്ല. അല്ല, ആ റിപ്പോർട്ട് ഞാനത് വായിക്കുക തന്നെ ചെയ്തല്ലോ. തീർച്ചയായും അത് സ്ഥിരീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് അതുകൊണ്ടാണ് ഞാനത് കോട്ട് ചെയ്തത്. മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളുമായുള്ള ബന്ധമാണ് ഈ പരിഗണനയ്ക്കും ഇപ്പോൾ പ്രത്യേക ക്ഷണിതാവാക്കിയതിനും പിന്നിലെ കാരണമെന്നാണ് വിമർശനം. അതെ, പക്ഷെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം ഇതിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങളാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് പ്രധാനം. ഒരു വ്യക്തിയുടെ തീരുമാനം തന്നെ പ്രധാനം. കളക്റ്റീവ് ലീഡർഷിപ്പ് എന്നൊക്കെ നമ്മൾ വെറുതെ എന്താ പറയുക, ഈ CPM സഹയാത്രികനായ ജയന്തനൊക്കെ വെറുതെ പറയുന്നതാണ്. അതൊക്കെ അസംബന്ധവും വെറും മിഥ്യാധാരണയും ആൾക്കാരെ പറ്റിക്കാനുള്ള വെറും കാപട്യം. മാത്രമല്ല ദാമോദർ, ഇതിനകത്ത് ഈ പറയുന്ന ഈ സുധാകരനെ പോയി ഗോപാലകൃഷ്ണനൊക്കെ പോയി കണ്ടല്ലോ. അങ്ങനെയൊന്നും സുധാകരൻ വീണില്ല. അതുപോലെ തന്നെയാണ് പത്മകുമാറും. ഉടനെ തന്നെ നേരെ BJPയിലേക്ക് കച്ചകെട്ടി പോകുമെന്നൊന്നും കരുതുകയേ വേണ്ട. ഇവിടെ ഒരു മാനദണ്ഡവുമില്ലാതെ വ്യക്തിപരമായ ചില ഇഷ്ടാനിഷ്ടങ്ങളുടെ പുറത്താണ് ആളുകൾക്ക് ഓരോ പദവികൾ കിട്ടുന്നത് എന്ന ബോധ്യത്തിൽ നിന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ത്യാഗിയാകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. കാരണം ഇതിനകത്ത് ആശയസമരമില്ല, ആമാശയ സമരം മാത്രമാണ്. VSനെയും പിണറായിയെയും പറ്റി ഈ പറയുന്ന ആശയസമരമല്ല എന്ന് പറഞ്ഞയാളാണ് കാരാട്ട്. അങ്ങേക്കറിയാമല്ലോ, ഇന്ത്യ ടുഡേയുടെ മലയാളം ഓണപ്പതിപ്പിനകത്ത് കൃത്യമായി കാരാട്ട് ആ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഒറ്റ ഓണപ്പതിപ്പ് ഏറ്റവും ഒടുവിലല്ലേ ഏറ്റവും ഒടുവിൽ, പിന്നെ ഇന്ത്യ ടുഡേയുടെ മലയാളം ഓണപ്പതിപ്പൊന്നും വന്നിട്ടില്ല. അതിൽ കാരാട്ട് അത് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഈ മഹാന്മാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യുദ്ധം തന്നെ ആശയപരമല്ലായിരുന്നെന്ന് ഇപ്പോൾ പ്രകാശ് കാരാട്ട് തന്നെ പറഞ്ഞിട്ടൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ത്യാഗിയല്ല എന്ന് പത്മകുമാർ പറയുമ്പോൾ മാത്രമാണ് ഈ പാർട്ടിയിൽ ആദ്യമായി ഒരാൾ ഈ പറയുന്ന എന്താണ് ശ്രീ M ജയചന്ദ്രന്റെ വാക്ക്, കെറുവോ എന്താണ്, കിട്ടാത്തതിന്റെ കെറുവോ, അങ്ങനെ എന്തോ കൊതിക്കെറിവ് എന്ന് പറയുന്നത്. ഒറ്റ സെക്രട്ടറി എന്ന് മാത്രമല്ല, അങ്ങേക്കറിയാമല്ലോ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ അടിപൊട്ടിയതാണ് അല്ലേ? ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഹർഷകുമാറും പത്മകുമാറുമായിട്ട് അടിപൊട്ടിയതാണ്. ഇന്ന് ഹർഷകുമാർ വന്നിട്ടുണ്ടായിരുന്നു രാജുവുമായിട്ട് ആ വീട്ടിൽ. ആ അടിപൊട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രണ്ടാളിനും ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്താൻ കഴിയാതെ ഇരുന്നതും അല്ലേ? അപ്പോൾ ഇതൊക്കെയുണ്ട് നമ്മുടെ മുന്നിൽ. ആ കാര്യങ്ങളിലൊന്നുമല്ല പത്മകുമാർ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എതിരഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എവിടെയാണ് പറയേണ്ടതെന്ന് പത്മകുമാറിന് കൃത്യമായി അറിയാം. പിന്നെ പോട്ടെ എല്ലാം എന്ന് വെക്കുന്ന ഒരാളുടെ വിപതി ധൈര്യമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ ബ്രാഞ്ചിൽ പ്രവർത്തിച്ചോളാം, പക്ഷേ ഈ കാര്യം ഞാൻ പുറത്ത് പറയുമെന്ന്. അതൊരു പ്രത്യേക സാഹചര്യം തന്നെയല്ലേ? അല്ല, പ്രത്യേക സാഹചര്യം തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടുള്ളത്. കാര്യം സംസ്ഥാന സമ്മേളനം തൊട്ട് പിന്നാലെ പ്രത്യേകമായ സാഹചര്യം തന്നെ സൃഷ്ടിക്കപ്പെട്ട കാര്യം തുറന്നു വന്ന് പറയുന്നു. സംശയം എന്താണുള്ളത്? അതിന് കൊതിക്കുറവെന്നൊക്കെ വിളിക്കുന്ന ഒരു പാർട്ടിയെ ദീർഘകാലം പ്രവർത്തിച്ച ആളെ അവമാനിക്കുന്ന CPM സഹയാത്രികൻ്റെ പ്രയോഗമാണ് കൊതിക്കുറവ്. ദീർഘകാലം പാർട്ടി പ്രവർത്തിച്ച ആളെ കുറിച്ച് പറയുകയാണ്. അതൊക്കെ പരസ്യം അധിക്ഷേപിക്കലല്ലേ? അതൊക്കെ വളരെ മോശപ്പെട്ട അഭിപ്രായങ്ങളാണ്. അത് ഇപ്പോൾ വീണ ജോർജിനെ പിന്തുണയ്ക്കാനുള്ള നിർദ്ദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചെയ്യുന്നതായിരിക്കും. പക്ഷേ അതൊക്കെ ശരിയല്ല. പക്ഷേ എന്നിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം വേണു ഈ പോയിന്റ് നിങ്ങൾ ടേക്ക് ചെയ്യണം. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നവകേരളം എന്ന ഇവരുടെ പ്രത്യശാസ്ത്രപരമായ പിന്നോട്ട് പോക്ക്, ഭൂദേവി വികസന രേഖ നടപ്പാക്കാനുള്ള പ്രയോക്തമായിട്ട് ഞാനാണ് ബെസ്റ്റ് എന്നാണ് പറയുന്നത് പത്മകുമാർ. വേറെ ഒന്നുമില്ല. വീണ ജോർജിനെ കല്യാണം അതിൽ ഇവർക്ക് തമ്മിൽ വേറെ തരത്തിൽ ആശയ സംഘർഷമൊന്നുമില്ല. ഈ മറ്റേ VS പിണറായി തർക്കത്തിൽ ഒരു മൂടുപടെങ്കിലും പ്രത്യശാസ്ത്രപരമായ VSന് കൊടുക്കാനും VSൻ്റെ സഹപ്രവർത്തകർക്കും ഒക്കെ സാധിച്ചിരുന്നു. ഇതിലങ്ങനെ ചുക്കില്ല, വെറും അധികാര തർക്കം. അപ്പോൾ ആ അധികാര തർക്കത്തിൽ കാണുന്ന ഈ CPMൻ്റെ സമഗ്രാധികാരത്തിൽ ഇരിക്കുന്ന ബഹുമാനയുടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങൾക്ക് അതിൻ്റെ അകത്തൊരു സാങ്കത്യമുണ്ട്. അദ്ദേഹത്തിന് ആരെ സംസ്ഥാന വീട്ടിൽ വരണം അവർക്ക് കൊടുക്കാം, ആരെ എക്സെപ്റ്റ് ചെയ്യണം ആ എക്സെപ്ഷൻ കൊടുക്കാം, അതൊക്കെ അംഗീകരിക്കും. അതാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. അപ്പോൾ വീണ ജോർജിന് പ്രത്യേകമായുള്ള അംഗീകാരം പദവി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ട്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് പൊതുസമാജം ഒരു റെലവൻസും ഇതിൻ്റെ അകത്തില്ല. കാര്യം ഒരു പ്രത്യശാസ്ത്ര സംഭവമില്ല, അതിന് രാഷ്ട്രീയമായ ഒരു സാങ്കത്യമല്ല. ഇവരൊക്കെ ഓരോ മിഥ്യാ ലോകത്ത് ജീവിക്കേണ്ടത്. ഇതിനൊക്കെ മാർസ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാനും സെന്നി സംഘടനാ ചട്ടം കൂടുന്ന പറഞ്ഞ് VS നടപടിയെടുത്താക്കുക. എന്തിനാ ഇങ്ങനെ ഈ കാപട്യം കൊണ്ട് നടക്കുന്നത്? വെറും കാപട്യം, ജനങ്ങളെ പറ്റിക്കുക, ഇതെല്ലാം പറഞ്ഞിട്ട് എന്നിട്ട് ചെഗുവേരയുടെ ചിത്രവും വയ്ക്കും, ഇതെല്ലാം പറഞ്ഞിട്ട്. ഇതൊക്കെ വെറും അധികാര തർക്കങ്ങൾ, അധികാര മാമൂൽ തർക്കങ്ങൾ. അല്ലാതെ എന്താ ഉള്ളത്? ഏത് സ്ഥാനമാനം കിട്ടാനും അതിന് പുറത്തും ആ സ്ഥാനമാനം കിട്ടുക. ആ റേസിൽ വീണ ജോർജിന് അത്യാവശ്യം നല്ല സാമൂഹ്യ ഇവരെ ബന്ധങ്ങളുള്ളതുകൊണ്ട് രാഷ്ട്രീയ നേതാക്കളെ ബന്ധവും വ്യക്തിപര ബന്ധമുണ്ട്. അതൊക്കെ അനുസരിച്ച് അവർ ആ റേസിൽ മുന്നോട്ട് പോയി. 52 വർഷം പ്രവർത്തനം പിന്നോട്ട് പോയി. അതാണ് ഇതിനെ അതിനെ കൊതിക്കുറവൊന്നും വിളിക്കുന്നു വേണ്ട. എല്ലാവരും മത്സരിക്കുന്ന സ്ഥാനങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് സ്ഥാനങ്ങൾക്ക് വേണ്ടി തന്നെ നിൽക്കുന്ന പ്രത്യശാസ്ത്രമായ വിപ്ലവം നടത്താനും നല്ല നമുക്ക് എല്ലാവർക്കും അറിയാം. വീണ ജോർജ് വിപ്ലവം നടത്താനാണോ കേരളത്തിൽ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന? ഒന്നുമല്ലല്ലോ. സ്ഥാനം കിട്ടാൻ വേണ്ടി അവർ പകുതി വെച്ച് കയറി വന്ന ആളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അവർക്ക് ദീർഘകാല പത്രപാരിയൊന്നും ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവരുടെ സ്വാധീനം എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് മുഖ്യമന്ത്രിയായിട്ടുള്ള ബന്ധവും സ്വാധീനത്തെ അടിസ്ഥാനത്തിൽ അവർ കയറി വന്നു.
അതിൻ്റെ അകത്ത് പുതിയൊരു രാഷ്ട്രീയ സാഹചര്യമാണത്. CPM സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് കാലം രാഷ്ട്രീയ സാഹചര്യം വ്യക്തിപരമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലും വ്യക്തിപരമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലും മാത്രം സ്ഥാനങ്ങൾ അവരോധിക്കപ്പെടുക. അല്ലാണ്ട് അതിന് പ്രത്യേക പിന്നെ നേരത്തെ ഞാൻ കോൺഗ്രസിൻ്റെ വക്താവായിട്ട് ഇതിൻ്റെ അകത്ത് ഒരാളുടെ വ്യക്തിയാണ്. പക്ഷേ ഈ വിശ്വനാഥമേൻ്റെ തുടക്കത്തിൽ നിന്നാണ് ജയേന്ദ്രനെ ഓർക്കണം. അവിടെ നിന്നാണ് ഇതെല്ലാം ആരംഭിക്കുന്നത്. ബഹുമാനപ്പെട്ട എന്തായിരുന്നു ബഹുമാനപ്പെട്ട മന്ത്രിയായിരുന്നു, സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു. അവിടെ തുടങ്ങുന്നതാണ് ഈ ചാട്ടം BJPയിലേക്കുള്ള പുതിയ കാര്യം. അപ്പോൾ അങ്ങനെ മാതൃക പിന്നീട് പല ഘട്ടങ്ങളും കാണിച്ചു. 10 അത് കാണിക്കാൻ പോകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ അകത്ത് എന്ന് പറയുന്നത് വ്യക്തിപരമായ താല്പര്യങ്ങൾക്കപ്പുറം ഒരു രാഷ്ട്രീയമോ ഒരു സംഘടനാ സംവിധാനം ഒരു ലെനിനിസോ ഒരു മാർക്സോ ഒരു സംശയവുമില്ല.